ഈ കഥ തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. മനുഷ്യൻ പ്രകൃതിയെ പേടിച്ച് ദൈവത്തെ വിളിച്ചിരുന്ന കാലം. കരിമൂടിയ കർക്കിടകപ്പേത്തിലും നെഞ്ചുതുളച്ചു പോകുന്ന ഇടിമിന്നൽ കാലത്തും കുത്തിയൊഴുകുന്ന പ്രളയകാലത്തും പറ്റിവരളുന്ന വേനൽക്കാലത്തുമൊക്കെ കാത്തുപോകുന്ന ശക്തിയെ ദൈവമെന്ന് വിളിച്ച് ആരാധിച്ചിരുന്ന കാലം. ചാത്തനായും ബോധിയായും ശാസ്താവായും ഒക്കെ ഈ ദൈവങ്ങളെ മച്ചിലും തെക്കിനിയിലും പടിഞ്ഞാറ്റിലും ഒക്കെ കുടിയിരുത്തി പോകുന്ന കാലം. കാലചക്രം കറങ്ങിയപ്പോൾ കുടിയിരുത്തപ്പെട്ട ദൈവങ്ങൾ പടിയിറക്കപ്പെട്ടു. പലരും യന്ത്രകൈകളാൽ തകർത്തെറിയപ്പെട്ടു. എങ്കിലും ചില മനസ്സുകളിൽ അവർ ഇപ്പോഴും കുടിയിരുന്നു. ദൈവമായി, ചാത്തനായി, ഉള്ളിലേക്ക് വിളിച്ചാൽ വിളി കേൾക്കുന്ന ബോധിയായി, സംഹാരമൂർത്തിയായി. ഈ കഥ തുടർന്നുകൊണ്ടേയിരിക്കും. പോയി പണിയെടുക്കണ ബംഗാളിയുടെ മലബാർ എന്ത് മലബാർ? പോയി പണിയെടുക്കണം. എണീക്കടാ, ഓടാ. എടി 6 മാസം കഴിയാതെ എനിക്ക് അങ്ങോട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. 6 മാസോ? ഞാൻ ഇന്നലെ കൂടെ പറഞ്ഞതല്ലേ. എനിക്കൊന്നും കേക്കണ്ട. വിസ പ്രോസസ് ചെയ്യാൻ കൊടുക്കാണ്. കിട്ടിയ ഉടനെ എങ്ങനെ കേറി പോന്നോണം. ഹലോ ഹലോ, ഇവളിത് കട്ടാക്കിയോ? ഹലോ ബിസിനസ്സാരാ, നീ ജീവിച്ചിരിപ്പുണ്ടോ? എന്താണോ ഈ സമയത്തൊരു വിളി? എടാ, ഞാൻ വിളിച്ചതേ എന്റെ പുതിയ പ്രോപ്പർട്ടി ഏതാണ്ട് ഈ ടൂറിസ്റ്റ് പാർട്ടീസിന് ഓപ്പൺ നോക്കണേ. വല്ലവനും വന്ന് അർമാദിക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ ഒന്ന് സ്റ്റേ അടിച്ചാലോ ഈ വീക്ക്? ഐ നീഡ് എ ഡാം ബാഡ് ബ്രേക്ക് മാൻ. എന്താ നിന്റെ അഭിപ്രായം? പിന്നെ അല്ല, നീ എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാൽ മതി, ഞാൻ റെഡി. അതാണ് എന്താ പോസിറ്റിവിറ്റി പ്രവീണേ, അന്നും ഇന്നും പറയാതിരിക്കാൻ വയ്യ. രഞ്ജുനെ കൂടെ വിളിക്കില്ലടാ? അതൊക്കെ ഞാൻ വിളിച്ചോളാം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ അയച്ചുതരാം. ഓക്കെ ശരി, ഓക്കെ, നീ സെറ്റാക്കിക്കോ. ആയടാ, നീ പറഞ്ഞ സ്ഥലത്തേലും ഇവിടെ പറഞ്ഞു ഇവിടെ കേട്ടോ. ഇത് നമ്മുടെ പണ്ടാരി വളപ്പല്ലേ? മണ്ണും പൊരുളും.
അത് മാറി മറിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കടാ. കൊന്നിട്ടാണെങ്കിലും തളർത്തിയിട്ടാണെങ്കിലും. നീ കേട്ടിട്ടില്ല കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. വിവേകെ സമ്മതിക്കണം വിവേകെ, നീ നിന്റെ കൈക്കരുത് തെളിച്ചോട്ടാ. സാറുമാരെത്തിയാ? ഏതാടാ ഈ മൾട്ടി കളർ? ജിൽജിത്ത്, ഇയാളാണ് ഈ വില്ലയുടെ ഓൾ ഇൻ ഓൾ. സാറുമാരപ്പ റെഡി ആയിട്ട് ഞാനൊന്ന് എല്ലാം സെറ്റാക്കി വെച്ചേക്കാം. ലഗേജ് വണ്ടിയിലുണ്ടല്ലോ അല്ലേ? വണ്ടിയിലുണ്ട്. വീടെടുത്തോ. ഓക്കെ. ഇവനിത് എന്തായി കാണിക്കുന്നത്? എടാ റിജു, ഒരു പെക്കെടുത്തേ. അപ്പൊ cheers. Oh, that's wonderful, man. You don't have to tell me all this. I know. Yeah. നിനക്കിത് എന്തിന്റെ കഴപ്പാ? കഴപ്പല്ല, കുന്തളിപ്പ്. നമ്മളിവിടെ എന്തിനാ വന്നേ? എൻജോയ് ചെയ്യാൻ വന്നതല്ലേ? അവൻ നോക്ക്, ആരൊക്കെയോ ഫോൺ ചെയ്തോണ്ടിരിക്കുക. നീയാണ് വേറെ ഏതോ ലോകത്തും. ഇങ്ങനെയാണ് പിന്നെ ഇങ്ങോട്ട് വരേണ്ട വല്ല കാര്യമുണ്ട്? സാറുമാരെ നല്ല വൈബല്ലേ? ആ, നല്ല വൈബുണ്ട്. നീ ആ തോർത്തെടുക്ക്. അല്ല, എല്ലാം ഓക്കെ അല്ലേ? അല്ല, നിങ്ങളുടെ മെയിൻ സാർ അവിടെ പോയി? അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും. ആ സാറേ, ഇവനെതിരെ എനിക്കിപ്പോ മെസ്സേജ് അയക്കുന്നത്? ഇതിപ്പോഴാണോ ഡൗൺലോഡ് ആവുന്നത്? എന്താടാ? വാ, റൂമിലേക്ക് പോ. വാ വാ വാ. ഇത് അടിപൊളി സെറ്റപ്പാണല്ലോ. നീ ഇതെങ്ങനെ സെറ്റാക്കി? ആണോ? അതെ, സംഗതി ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ നിന്റെ തന്നെ സെറ്റപ്പാണോടെ? ഈ കാണുന്നൊക്കെ ആണെങ്കിൽ ആ രാവിലെ കണ്ട പയ്യനില്ലേ ജിൽജിത്ത്, അവനെവിടെ നിന്ന് കൊണ്ടെന്ന് വെച്ചാ സംഭവം എന്തായാലും കളറാണ്. ആണോ? അതെ, അന്ന് ഓടുന്നു അണ്ടർവെയർ. ഒന്നുകൂടെ വാങ്ങണം. ആ ജിൽജിത്ത് അവൻ കൊണ്ടുവരും. എൻ്റെ ഫോൺ എടുക്കുക. എൻ്റെ ഫോൺ. നമസ്കാരം. നീ ആരാടാ? അല്ല അല്ല, അവിടെ പറഞ്ഞു ഇവിടെ സഹായത്തിന് ഒരാളെ വേണം, അതുകൊണ്ട് വന്നാ. നീ എന്തിനാണ് ഇവിടെ വന്നതെന്നല്ല ചോദിച്ചേ, നീ ആരാ? അല്ല രഞ്ജു, നിനക്കൊന്നും അറിയാൻ പാടില്ല. പണ്ട് ഇവിടെ കുറെ നാറികളുണ്ടായിരുന്നു. നീ വൈബുകളല്ലേ വിട്ടുകളാ. ഇയാളൊക്കെ എന്ത് ചെയ്യാനാ? ചേട്ടോ, എന്താ ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് കുട്ടൻ. കുട്ടേട്ടാന്ന് വിളിക്കാം. എന്നാ കുട്ടേട്ടന് വിളിക്കാറുണ്ടാവും. വേണ്ട സാറേ, അത് ശരിയാവില്ല. ഞാൻ നിങ്ങളുടെ കൂടെ എങ്ങനെ സഹായിച്ചു എന്നോളാം.
ആണോ? ആ സഹായമൊക്കെ ചെയ്തോ? 2 എണ്ണം ഇട്ടിട്ട് നല്ല മൂടിൽ ചെയ്തോ? അടിക്കുകയൊക്കെ ചെയ്യും സാറേ. പിന്നെ നിങ്ങളെ നിർബന്ധിക്കുമ്പോൾ ഞാനിപ്പോൾ വരാം. എടുത്ത അടിയടാ പറയണോ? ഒന്ന് പോടാളൂ. ഇവന്റെയൊക്കെ ഇവന്റെ സാധനം നീ തന്നെ കടിച്ചാൽ മതി. എന്തെങ്കിലും ആവട്ടെ, അതൊന്നും നോക്കണ്ട. നീ ഇങ്ങനെ ഷോ കാണിക്കാതെ ഒരെണ്ണം എടുത്ത് അടിക്കടാ. നീ ചുമ്മാ അവന്റെ മണ്ടയ്ക്ക് കയറാതെ. അവന് വേണ്ടിക്കലെടുത്ത് അടിക്കൂലേ? കൂട്ടേട്ട ഇങ്ങനെ കട്ടക്ക് നിൽക്കുമ്പോ അവനൊരെണ്ണം എടുത്ത് അടിച്ചാലെന്താ? നീ ആ മുഖത്തേക്കൊന്ന് നോക്കിയടാ. കൂട്ടേട്ടൻ മുത്തല്ലേ? ചുടേടാ, കാട്ടൊക്കെ ഒന്നോ വിഷയം. അങ്ങോട്ട് എരിഞ്ഞങ്ങോട്ട് കയറട്ടെ. ഇവന് ഇനി വേണ്ടല്ലോ. നീ ഇപ്പൊ എന്താണോ പറഞ്ഞേ? നീ ഇപ്പൊ എന്താണോ പറഞ്ഞേ? ഇയാൾക്കെന്തോ വട്ടോ മറ്റോ ആണെന്ന് തോന്നുന്നു. അതൊന്നുമല്ല, ഇതെനിക്കുള്ള പണിയാ. എനിക്കറിയാം ഇതെങ്ങനെ തീർക്കണം. നമുക്കിവിടുന്ന് പോയാലോ? എങ്ങോട്ട്? എത്ര ദൂരം? എത്ര നാൾ? പറ്റില്ല. ഇതിന്റെ തീർപ്പ് ഇന്നിവിടെ തീർക്കണം. നീ ഇവിടെ എത്തിയതല്ല, എത്തിച്ചതാണ്. ഞാൻ എത്തിച്ചതാണ് പഠിപ്പിക്കാൻ. നിന്റെ തന്റെ പഠിപ്പിച്ച പോലെ പഠിപ്പിക്കാൻ. എന്റെ കുട്ടികളെ തമ്മിലടുപ്പിച്ചും പറഞ്ഞു പറ്റിച്ചും നീയൊക്കെ ഈ സ്ഥലം തട്ടിയെടുത്തപ്പോ നിന്റെ തന്ത ഒരിക്കലും കരുതി കാണത്തില്ല അയാളെ തളർത്തി ഒരു മൂലയിരുത്തുന്നത്. ഇതൊന്നും അറിയാതെ എല്ലാം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച് നീ നിസാരായ നിന്റെ തന്ത അങ്ങ് ഒതുക്കി അല്ലേ? നീ കരുതി ഒരു ഈച്ചക്കുഞ്ഞു പോലും അറിയില്ലെന്ന് അല്ലേ? അത് നിന്നെ കൊണ്ട് ചെയ്യിച്ചത് ഞാനാടാ. കൊല്ലാനുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തത് നീയല്ലേ? അല്ല രഞ്ജു, നീ അന്ന് അവരോട് പറഞ്ഞു ഓർക്കുന്നില്ലേ? പിന്നെ നമ്മുടെ കാര്യം നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകണമെങ്കിൽ അച്ഛനോട് തടസ്സം തന്നെയാണ്. അതുകൊണ്ട് ഇനി വച്ചുകൊണ്ടിരിക്കണ്ട അല്ലേ? അല്ലേന്ന്
അല്ലടാ, നിന്നെ കൊണ്ടൊക്കെ ഇത്രയും ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നീ തന്നെ ഇങ്ങോട്ട് വാടാ. പുറത്ത് തെക്കേറ്റത് കുട്ടിയപ്പനുണ്ട്. ഇതങ്ങ് കൊടുത്ത് എനിക്കുള്ള സേവ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വേഗം വാ. പൊരുളകലുമ്പോൾ ഇരുള് വരും, ഇരുളകലുമ്പോൾ പൊരുള് വരും. കേട്ടിട്ടുണ്ടോ നീ? പൊരുളകലുമ്പോൾ ഇരുള് വരും. ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു, ദിക്കറിയാതെ ദിശയറിയാതെ തട്ടിയും മുട്ടിയും എരിഞ്ഞും അമർന്നും കാലങ്ങൾ കഴിയും. അകന്നു പോയ പൊരുൾ അടുത്തു വരാൻ തുടങ്ങും. മൂടിക്കെട്ടിയ ഇരുൾ അകലും എന്നേക്കുമായി. ആ ദിവസമാണ് ഇന്ന്. ഇരുൾ എന്നേക്കുമായി അകലുന്ന ദിവസം. എന്റെ കുട്ടികൾക്ക് പൊരുൾ കിട്ടാൻ പോണ ദിവസം. മറ്റേ ആളെവിടെ?